ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകമാണല്ലോ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ വായിക്കുന്നത് ആവർത്തന പുസ്തകം 4-ാം അധ്യായമാണ്. 4-ാം അധ്യായത്തിലും മുൻ അധ്യായങ്ങളിൽ പറഞ്ഞതുപോലെ മരുഭൂമി യാത്രയിൽ ദൈവം ചെയ്തതായ ആ കരുതലിനെയും പ്രവർത്തനങ്ങളെയും മോശ ഇസ്രായേൽ ജനത്തെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ വായിക്കുന്നത് വിശ്വസ്തത പാലിക്കുവാനുള്ള ആഹ്വാനമാണ് മോശ ഇവിടെ നൽകുന്നത്. അതായത് ദൈവം തന്നതായ ആ കൽപ്പനകളോട് നിങ്ങളൊന്നും കൂട്ടുകയോ ചേർക്കുകയോ ചെയ്യരുതെന്ന് മോശ ആവശ്യപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പനയിലുള്ള ഓരോ ചെറിയ കൽപ്പനകളും പ്രാധാന്യമുള്ളതാണ്. അതിനോടൊന്ന് കൂട്ടുവാനോ ഒന്ന് കുറയ്ക്കുവാനോ പാടില്ല. പലപ്പോഴും ചെറിയ കൽപ്പനകളെ അവഗണിക്കുന്ന രീതി വിശ്വാസികളിൽ കാണാറുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഈ ചെറിയ കൽപ്പനകളിൽ ഒന്ന് പാലിക്കാതിരിക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനും, ആ ചെറിയ കൽപ്പനകൾ പാലിക്കുകയും മറ്റുള്ളവരെ പാലിക്കുവാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്നും വിളിക്കപ്പെടുമെന്നാണ്. വലിയ കൽപ്പനകളെ പാലിക്കാതിരിക്കുന്നത് പോലെയുള്ള തെറ്റാണ് ചെറിയ കൽപ്പനകളെ നമ്മൾ അവഗണിക്കുന്നത്. അപ്പോൾ ചെറുതെന്നോ വരുന്ന എല്ലാം ദൈവത്തിൻ്റെ വചനങ്ങളാണ്. അതിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ ഏവരും ബാധ്യസ്ഥരാണ്. ദൈവവചനത്തിൽ നിന്ന് ഒന്നും അഴിക്കരുതെന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊന്നും വിട്ടുകളയാൻ പാടില്ല എന്നാണ് അർത്ഥം. രണ്ടാമത് പറഞ്ഞത് അതിനോട് ഒന്നും കൂട്ടിച്ചേർക്കരുത്. ദൈവവചനത്തോടൊന്നും കൂട്ടിച്ചേർക്കുവാൻ നമുക്ക് അവകാശമില്ല. ഏതെന്ന പ്രതീക്ഷയിൽ ആ സ്ത്രീയെ അടുത്ത് ആ പിശാച് വന്നപ്പോൾ സ്ത്രീ പറഞ്ഞത്, വൃക്ഷഫലം ഭക്ഷിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്ത്രീയുടെ ഉത്തരം, അത് ഭക്ഷിക്കരുത്, അതിൽ തൊടുകയും ചെയ്യരുതെന്ന് യഹോവ പറഞ്ഞിരിക്കുന്നു എന്നാണ്. തൊടരുതെന്ന് ദൈവം അവിടെ പറഞ്ഞില്ല, ഭക്ഷിക്കരുതെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അവസാനം അവർ അത് തൊടുകയും ഭക്ഷിക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് നമുക്കറിയാം. അപ്പോൾ ദൈവം പറഞ്ഞതിനോടൊന്നും കൂട്ടിച്ചേർക്കുവാൻ നമുക്ക് അവകാശമില്ല. ദൈവവചനത്തോടൊന്നും കൂട്ടിച്ചേർക്കരുത്. പലപ്പോഴും സഭയുടെ പേരിൽ അത് കലാകാലങ്ങളിൽ വരുന്ന ആധ്യാത്മിക പിതാക്കന്മാർ ദൈവം പറഞ്ഞിട്ടില്ലാത്ത പലതും അതിനോട് കൂട്ടിച്ചേർക്കാറുണ്ട്. അതൊക്കെ അവരുടേതായ താല്പര്യത്തിൽ അവരൊക്കെ അത് ചെയ്യുന്നതാണ്. ഇപ്പം വിവാഹം കഴിക്കരുതെന്ന് ദൈവം ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു നിയമമായിട്ടത് ഇത് കൊണ്ടുവരുമ്പോൾ അതിനോട് നമ്മൾ കൂട്ടിച്ചേർക്കലാണ്. ആയതുപോലെ തന്നെ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ഇതൊന്നും ആരെയും നിർബന്ധപൂർവം ചെയ്യിക്കേണ്ടതല്ല. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി മനുഷ്യൻ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണത്. അതിനൊക്കെ നമ്മളൊരു നിർബന്ധമായിട്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ ദൈവിക കൽപ്പനയോട് നമ്മൾ കൂട്ടിച്ചേർക്കുന്നതിന് അത് തുല്യമായിട്ട് മാറും. 24-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുന്നത് ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നാണ്. 31-ാം വാക്യത്തിൽ പറയുന്നത് ദൈവം കാരുണ്യവാനാണെന്നാണ്. ദൈവം ഒരേ സമയത്ത് ഇത് രണ്ടുമാണ്. അവൻ തീക്ഷ്ണവാനാണ്, അതേസമയം അവൻ കാരുണ്യവാനുമാണ്. ആ ദൈവത്തിൻ്റെ തേജസ് വാസ്തവത്തിൽ ഭൂമിയിൽ യഥാർത്ഥമായി വെളിപ്പെടുത്തിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം നമ്മൾ വായിക്കുന്നത്. ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ്. അപ്പോൾ ദൈവം ഒരേ സമയത്ത് ദഹിപ്പിക്കുന്ന അഗ്നിയും അതേ സമയത്ത് ദൈവം കാരുണ്യവാനുമാണ് എന്ന കാര്യം നമ്മളിപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ അഗ്നിജ്വാലയ്ക്ക് തുല്യമായിരുന്നു, അതേ സമയത്ത് തന്നെ അത് വളരെ കൃപയോട് കൂടിയതുമായിരുന്നു നമുക്കറിയാം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇത് രണ്ടും വേണം. നമ്മൾ ഒരേ സമയത്ത് വിശ്വാസകാര്യങ്ങളിൽ നമ്മൾ തീക്ഷ്ണതയുള്ളവരായിരിക്കണം, അതേ സമയത്ത് തന്നെ മറ്റുള്ള വിശ്വാസികളോടും അല്ലാത്ത സാധാരണ ജനങ്ങളോടും നമ്മൾ മനസ്സാക്ഷിയുള്ളവരും ദയവുള്ളവരും കാരുണ്യമുള്ളവരുമായിരിക്കണം.
ആ സ്നേഹത്തിലൂടെയാണ് ദൈവത്തിലേക്ക് നമുക്കൊരാളെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അത് മാത്രമേ യഥാർത്ഥ സുവിശേഷം ആവുകയുള്ളൂ. 29 വാക്യത്തിൽ വായിക്കുന്ന, ഇസ്രായേൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും യഹോവയെ അന്വേഷിച്ചാൽ അവനെ കണ്ടെത്തും. യിരെമ്യാ പ്രവചനം 29:13 ഇത് തന്നെ പറയുന്നു. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ അന്വേഷിക്കുന്നവർക്ക് ദൈവം എപ്പോഴും സമീപസ്ഥനാണ്. ആ ഒരു ദൈവത്തെ കണ്ടെത്തുവാനുള്ള, ആ സാമീപ്യം അറിയാനുള്ള ഒരു മനോഭാവം നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. നമുക്കറിയാം, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സാധനം അത് നഷ്ടപ്പെട്ടു പോയാൽ കണ്ടെത്തുന്നതും വരെ നമ്മൾ അന്വേഷിക്കും. അത് വലിയ വിലയില്ലാത്തതാണെങ്കിൽ കുറച്ചേറെ അന്വേഷിച്ച് നമ്മളത് അങ്ങ് വിട്ടേച്ച് പോകും. എന്നാൽ വിലപിടിപ്പുള്ള സാധനമാണെങ്കിൽ കിട്ടുന്നത് വരെയും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. കാരണം അത് വളരെ വിലയുള്ളതാണ്. ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളത് വിശ്വാസവും ദൈവവുമാണ്. അതിനെ നമ്മൾ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ല. അത് നഷ്ടപ്പെട്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അന്വേഷിച്ച് കണ്ടെത്തുന്നവരെയും അതിനെ തെളിയുവാനുള്ള മനോഭാവം, ആഗ്രഹം നമ്മിലുണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും നമുക്ക് പാടില്ലാത്തതാണ്. എന്നിട്ട് മോശ ഇസ്രായേൽ ജനത്തോട് ഇതൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നു, നിങ്ങളെപ്പോലെ ദൈവം സ്നേഹിച്ച് വഴിനടത്തിയ മറ്റൊരു ജനത ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളെപ്പോലെ ദൈവത്തിൻ്റെ ശബ്ദം അഗ്നിജ്വാലയിൽ കേട്ട ഒരു ജനസമൂഹം ഈ ഭൂമിയിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളെപ്പോലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദൈവത്തിൻ്റെ കൽപ്പന ലഭിച്ചിട്ടുള്ള ഒരു ജനത ഈ ഭൂമിയിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ? ഭൂമിയിലുള്ള മറ്റു ജനതകളിൽ നിങ്ങൾ എത്രയോ വ്യത്യസ്തരാണ്. എത്രമാത്രം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ കരുതുന്നു. ആ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കി ദൈവത്തെ നിങ്ങൾ അനുസരിക്കുകയും ദൈവത്തോട് ചേർന്ന് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം. ആ ദൈവത്തെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോയാൽ ദൈവം അഗ്നിജ്വാലയാണ്, അവൻ നിങ്ങളെ ദഹിപ്പിച്ച് കളയും. ദൈവം അതൊരിക്കലും അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് ആ ദൈവ സ്നേഹത്തിന് വിധേയപ്പെട്ട് ജീവിക്കാൻ, ആ ദൈവിക കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞു, താൻ പിതാവുമായുള്ള ബന്ധത്തിൽ സ്നേഹത്തിൽ വസിച്ചത് പിതാവിൻ്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ടാണ്. ആയതുപോലെ നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനകളെ നമ്മൾ പാലിക്കുമ്പോഴാണ് കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് വസിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് 2026 എന്ന വർഷം ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായി മാത്രം ജീവിക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞയോടെ ജീവിക്കാൻ നമുക്കിടയാകണം. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതുപോലെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കുക. എത്രയോ അത്ഭുതകരമായ ദൈവം ഇത്രയും വർഷം ഈ ഭൂമിയിലൂടെ നമ്മളെ ദൈവം വഴി നടത്തി. എന്നും ജീവിച്ചിരിക്കുവാൻ, ദൈവവചനം വായിക്കുവാൻ, ധ്യാനിക്കുവാൻ, ആരാധിക്കുവാൻ, ഈ പ്രപഞ്ചം കാണുവാനൊക്കെയുള്ള അവസരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായി ഈ ഭൂമിയെ സ്വർഗമാക്കുവാൻ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ രീതിയിൽ ഓരോരുത്തരും ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നമുക്കിടയാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ, സഹായിക്കണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും സർവശക്തനായ ദൈവം അനവരതമായി അനുഗ്രഹിക്കുമാറാകട്ടെ.